പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കാഷിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. കാഷിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഡിവൈസുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കിപ്പോൾ ഐഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകൾ, ലാപ്ടോപ്സ്, ക്യാമറ, എല്ലാ ആക്സസറീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനും സാധിക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിനുശേഷം നമ്മളടുത്ത് ചോദിക്കും ഏത് രീതിയിലാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് കയറേണ്ടത് എന്നുള്ളതാണ്. ബയ്യറായിട്ടാണോ അല്ലെങ്കിൽ സെല്ലറായിട്ടാണോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്. ഞാനിവിടെ ബയ്യറായിട്ടാണ് കയറുന്നത്. അതിനുശേഷം നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസുകൾ അലോ ചെയ്ത് കൊടുക്കാൻ പറയും. അത് ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ റീഫർബിഷ്ഡ് സാധനങ്ങൾ ലഭിക്കുന്നതാണ്, ന്യൂ ആയിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുന്നതാണ്, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഐഫോൺ 12 മിനി റീഫർബിഷ്ഡിനൊക്കെ നിങ്ങൾക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 24,699 രൂപയെ കാണിക്കുന്നുള്ളൂ. 6 മാസം വാറൻറ്റി കൊടുക്കുന്നുണ്ട്. 15 ദിവസത്തിനുള്ളിലായിട്ട് റീഫണ്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 32 പോയിൻ്റ് ക്വാളിറ്റി ചെക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് കുറേ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പലരെയും ഞാൻ പരിചയപ്പെടുകയും അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ട്രസ്റ്റബിൾ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മളിവിടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പോപ്പുലറായിട്ട് ഫോൺസുകൾ ഏതൊക്കെയാണുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ടും ഐഫോൺസൊക്കെ റീഫർബിഷ്ഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഐഫോണുകൾ തന്നെയാണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളും കാണാൻ സാധിക്കും. ഷവോമി, റെഡ്മി 9 നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും 6,499 രൂപക്ക് നമുക്ക് ഈ മൊബൈൽ ലഭിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. 6 മാസം വാറൻറ്റിയും കൊടുക്കുന്നുണ്ട്. ഒരു മൊബൈൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കാഷ്ഫൈയുടെ വാറൻറ്റിയാണ് 6 മാസം തരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എത്രയാണ് ഇതിൻ്റെ സ്പേസ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൊബൈലിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. മൊബൈലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കളർ ഏതാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റോറേജ് ഡീറ്റെയിൽസുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഗുഡായിട്ടുള്ളതാണ് ഈ റേറ്റിന് ലഭിക്കുന്നത്. അതിന് മുകളിലായിട്ട് സൂപ്പർബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രേഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആയിട്ട് സൂപ്പർബ്, ഗുഡ്, ഫെയർ അങ്ങനെ 3 ഓപ്ഷനുകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഗ്രേഡ് കൂടിയിട്ടുള്ള സാധനം എടുക്കുമ്പോൾ, സൂപ്പർബ് സാധനം എടുക്കുമ്പോൾ കൂടുതലായിട്ട് പേയ്മെൻ്റ് ആകും. ഏറ്റവും കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കുറയും. അതേപോലെ തന്നെ ടോപ്പ് സ്പെക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വാറൻറ്റി ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മളുടെ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ ഡീറ്റെയിൽസ് കാണാൻ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നെറ്റ്വർക്ക് ആൻഡ് കണക്ടിവിറ്റി ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റിയർ ക്യാമറ, ബാറ്ററി, ജനറൽ മെമ്മറി ആൻഡ് സ്റ്റോറേജ്, പെർഫോമൻസ്, സെൻസേഴ്സ്, ഡിസൈന്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് ബൈ ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ EMI സൗകര്യം അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കാർട്ട് ഐറ്റംസിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കാർട്ടിലായിട്ട് ഞാൻ അത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ആപ്പിളിൻ്റെ 11 ആണ് ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡാണ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്
EMI ഓപ്ഷനാണ്. അതിനുശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ EMI നേരത്തെ തന്നെ എനേബിൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. EMIക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തതുകൊണ്ട് തന്നെ എനിക്ക് അത് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മളുടെ മൊബൈലിലോട്ട് വരുന്ന ആ OTP നമ്മളിവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ക്രെഡിറ്റ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ EMI എത്രയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. EMI പ്ലാൻ സെലക്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സിങ് യുവർ പ്ലാൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നതാണ്. അതിനുശേഷം EMI പർച്ചേസിൻ്റെ വിൻഡോ വരുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഗഡുവായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. EMI അടയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെറിയ രീതിയിൽ കൊടുക്കണം. ആ പേയ്മെൻറ്റ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്, അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ UPI ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. അവിടെ ആയിട്ട് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എത്ര രൂപയാണോ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് അത് അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് പേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ് യുവർ EMI പർച്ചേസ് എന്ന് പറയുന്ന വിൻഡോ വരും. അതിനുശേഷം നമുക്ക് നമ്മളുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനിലോട്ട് ഒരു ടൈം വരുന്നതാണ്. ആ ടൈമിനകത്തായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ടാവും. അതിൽ കൊടുത്തിരിക്കുന്നത് ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷനിലോട്ടായിരിക്കും വന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ GPay ആണ് പറഞ്ഞിട്ടുള്ളത്. GPay ആപ്ലിക്കേഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വിനോ ഒന്നുണ്ടാവും. അതിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് യുവർ EMI പർച്ചേസ് എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വെരിഫൈയിങ് ക്രെഡിറ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്ന അത് വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മളുടെ പേയ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നമുക്ക് ഓർഡർ ഡീറ്റെയിൽസുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ട്രാക്ക് ഓർഡർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലാണ് Cashify ഉപയോഗിച്ചുകൊണ്ട് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.